എല്ലാവർക്കും നമസ്കാരം. ഞാൻ സരിതാ മഹേശ്വരൻ. ഇന്ന് ശ്രീമദ് വാൽമീകി രാമായണത്തിലെ ബാലകാണ്ഡത്തിലെ 94 മുതൽ 100 വരെയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോണത്. 7 ശ്ലോകങ്ങൾ. അതിൽ 99 വരെയുള്ള ശ്ലോകങ്ങളിൽ അനുഷ്ഠുപ്പ് വൃത്തവും 100ാമത്തെ ശ്ലോകത്തിൽ ഉപജാതി വൃത്തവുമാണ് വരണത്. ഉപേന്ദ്രവജ്രയും ഇന്ദ്രവജ്രയും മിശ്രമായിട്ട് വരുന്ന വൃത്തമാണ് ഉപജാതി. ഇവിടെ അതായത് ഒരു സർഗം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വൃത്തമൊന്നും മാറാറുണ്ട്. അതുതന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ശ്രീരാമൻ്റെ രാജ്യത്തിൻ്റെ ഭംഗി, അവിടുത്തെ സമൃദ്ധി ഒക്കെയാണ് വർണ്ണിച്ചു കൊണ്ടിരുന്നത്. അതുതന്നെയാണ് ഇനിയും പറയണത്. 94ാമത്തെ ശ്ലോകം നോക്കൂ. നിത്യം പ്രമുദിതാ സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധശതൈരിഷ്ട്വാ തഥാ ബഹുസുവർണകൈ ഗവാം കോട്യയുധം ദത്വാ വിദ്വദ്ഭ്യോ വിധിപൂർവകം അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാഃ. 95ാമത്തെ ശ്ലോകം കൂടി കൂട്ടിച്ചൊല്ലി ഇവിടെ രാജ്യത്തിലെ അവസ്ഥയെ പറ്റിയിട്ട് ഒന്നുകൂടി പറയുകയാണ്. യാഗാദി കർമ്മങ്ങളൊക്കെ ശ്രീരാമൻ ചെയ്തു എന്നാണ് പറയണത്. സർവേ, ആ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും തന്നെ നിത്യം പ്രമുദിതാഹ, വളരെയധികം സന്തുഷ്ടരായി വസിച്ചു. ഏതുപോലെ? യഥാ കൃതയുഗേ തഥാ, എപ്രകാരമാണോ കൃതയുഗത്തിലെ ജനങ്ങൾ സന്തോഷഭരിതരായി ജീവിച്ചത്, അതേപോലെ തന്നെ ത്രേതായുഗത്തിലും ജനങ്ങൾ ശ്രീരാമൻ്റെ കീഴിൽ വളരെ സന്തോഷത്തോടു കൂടി വാണു, ജീവിച്ചു എന്നാണ് പറയണത്. അതായത് കൃതയുഗം എന്ന് പറയുന്നത് സത്യയുഗമാണ്. ആ കാലത്ത് സത്യം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. സത്യത്തിന് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രാധാന്യം, ഒരു നിലനിൽപ്പുണ്ടായിരുന്ന യുഗമായിരുന്നു കൃതയുഗം അഥവാ സത്യയുഗം. അതിനുശേഷമാണ് ത്രേതായുഗം, അതിനുശേഷം ദ്വാപരം, അതിനുശേഷം ഇപ്പോൾ നടക്കുന്നതായിട്ടുള്ള കലിയുഗം. അപ്പോഴേക്കും സത്യവും ധർമ്മവും നീതിയൊന്നും കാണാനില്ലാത്ത മട്ടിൽ വളരെ ചെറിയ ഒരു രീതിയിൽ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. എന്നാൽ സത്യയുഗത്തിൽ അങ്ങനെയല്ല, അല്ലെങ്കിൽ കൃതയുഗത്തിൽ അങ്ങനെയല്ല. സത്യത്തിനും ധർമ്മത്തിനും നീതിക്കുമൊക്കെ വളരെ ശക്തിയുണ്ടായിരുന്നു. അപ്പോൾ ത്രേതായുഗത്തിലാണ് ശ്രീരാമൻ്റെ ഭരണത്തിൻ്റെ കീഴിലാണ് ജനങ്ങളെല്ലാവരും. എങ്കിലും കൃതയുഗം പോലെയായിരുന്നു രാജ്യത്തിൻ്റെ അവസ്ഥ. അതാണ് സർവേ ജനാഹ പ്രമുദിതാഹ, അവിടുത്തെ ജനങ്ങളെല്ലാവരും നിത്യം എല്ലായ്പ്പോഴും സന്തോഷഭരിതരായിരുന്നു. യഥാ കൃതയുഗേ തഥാ നിത്യം പ്രമുദിതാഹ, കൃതയുഗത്തിലെ ജനങ്ങൾ എപ്പോഴും സന്തോഷഭരിതരായിരുന്നത് പോലെ തന്നെ. അതുപോലെ ശ്രീരാമൻ എന്താ ചെയ്തത്? അശ്വമേധ ശതൈഹി ഇഷ്ട്വാ തഥാ ബഹുസുവർണകൈഹി. അശ്വമേധ ശതം എന്ന് പറഞ്ഞാൽ 100 അശ്വമേധയാഗങ്ങൾ ചെയ്തു. അങ്ങനെ ചെയ്തിട്ട് തഥാ ബഹുസുവർണകൈഹി ഗവാം കോട്യയുധം ദത്വാ വിദ്വദ്ഭ്യോ വിധിപൂർവകം. അങ്ങനെ ധാരാളം സ്വർണം, ബഹുസുവർണകങ്ങൾ, നല്ല വിലപിടിപ്പുള്ള സ്വർണങ്ങളും അതുപോലെ തന്നെ കോടി അയുധം 10,000 കോടി പശുക്കളെയും എന്തു ചെയ്തു? വിദ്വദ്ഭ്യോ ബ്രാഹ്മണേഭ്യോ വിധിപൂർവകം ദത്വാ, നല്ല പണ്ഡിതന്മാരായിട്ടുള്ള ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. എന്തൊക്കെയാണ് കൊടുത്തത്? ധാരാളം ധനം കൊടുത്തു, സ്വർണം കൊടുത്തു, അതുപോലെ തന്നെ 1000 10,000 കോടിക്കണക്കിന് പശുക്കളെയും ദാനം ചെയ്തു. അതാണ് ഗവാം കോട്യയുധം. അയുധം എന്ന് വെച്ചാൽ 10,000 കോടി. 10,000 കോടി പശുക്കളെ, കാളകളെയോ അങ്ങനെ പശുക്കളെയാണ് ധാരാളമായിട്ട് ദാനം ചെയ്യുക. കാളകളെയൊക്കെ കൊടുക്കും. അങ്ങനെയുള്ള ദാനങ്ങളൊക്കെ നടത്തി. ആർക്കാണ് കൊടുത്തതെന്ന് പറയാണ്? വിദ്വദ്ഭ്യോ ബ്രാഹ്മണേഭ്യോ വിധിപൂർവകം. എങ്ങനെയാണോ യഥാവിധി, അതാണ് വിധിപൂർവകം. എങ്ങനെയാണോ ഗ്രന്ഥങ്ങളിൽ, സ്മൃതി ഗ്രന്ഥങ്ങളിലൊക്കെ ദാനം ചെയ്യേണ്ടത്, അതേപോലെ തന്നെ ആ വിധിക്കനുസരിച്ച് പശുക്കളെ ദാനം ചെയ്തു, സ്വർണം ദാനം ചെയ്തു. അതുപോലെ തന്നെ അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാഃ. മാത്രമല്ല സ്വർണം കൊടുത്തത് പോരാത്തതിന് ധനവും കൊടുത്തു, പൈസയായിട്ടും കൊടുത്തു. അങ്ങനെ എന്തിനു വേണ്ടിയിട്ട്? ഇന്നതിന് വേണ്ടിയിട്ടെന്നല്ല, അങ്ങനെയൊക്കെ കൊടുത്തത് കൊണ്ട് ശ്രീരാമൻ മഹായശസ്വിയായി തീർന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രാഹ്മണേഭ്യോ ദത്വാ മഹായശാഃ, മഹത്തായ യശസ്സോടുകൂടിയുള്ളവനായി തീർന്നു. മഹായശാഃ രാമഃ, മഹായശസ്വിയായിട്ടുള്ള ശ്രീരാമൻ. എന്നിട്ട് 96ാമത്തെ ശ്ലോകത്തിൽ പറയാണ്, രാജവംശാൻ ഛതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവ
ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. അങ്ങനെ കുറേ അധികം കാലം രാജ്യം ഭരിച്ചിട്ട് എന്തൊക്കെയാണത് അടുത്ത ശ്ലോകത്തിലാണ് പറയണത്. ഈ പലതരത്തിലുള്ള രാജാക്കന്മാരുണ്ടായിരുന്നു. അവർക്കൊക്കെ രാജ്യഭാരത്തിൻ്റെ ഓരോരോ ഉത്തരവാദിത്വങ്ങൾ കൊടുത്തു. അതാണ് രാജവംശാൻ ശതഗുണാൻ രാഘവ സ്ഥാപയിഷ്യതി. ശതഗുണങ്ങൾ 100 ഇരട്ടി മഹായശസ്സുള്ളവരായ എന്നും പറയാം, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഗുണഗണങ്ങളുള്ളവരായിട്ടുള്ള രാജവംശങ്ങളെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ചുമതലപ്പെടുത്തി സ്ഥാപയിഷ്യതി സ്ഥാപിക്കുകയും ചെയ്തു. സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് പല രാജാക്കന്മാർ, അതായത് ഒരൊറ്റ രാജാവായിട്ട് രാജ്യം ഭരിക്കുക എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം ചുമതലകൾ പലതായിട്ട് തീരുന്നതാണ്. അതിനു വേണ്ടിയിട്ട് അയോധ്യ രാജ്യത്തിനെ പലതായിട്ട് പകുത്തിട്ട്, അയോധ്യ തലസ്ഥാനാണ് സാകേതത്തിൻ്റെ, പല പല രാജ്യങ്ങളിലും പല രാജാക്കന്മാരെയും അവിടെ നിയോഗിച്ചു. ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങൾ പോലെ ഉണ്ടാക്കിയിട്ട് അവിടെയൊക്കെ രാജാക്കന്മാരെ നിയോഗിച്ചു. അതാണ് രാജവംശാൻ ശതഗുണാൻ സ്ഥാപയിഷ്യതി രാഘവ. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കർമ്മങ്ങളൊക്കെ നന്നായി നടക്കാൻ വേണ്ടിയിട്ട് ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. ചാതുർവർണ്ണ്യം, ചാതുർവർണ്ണ്യങ്ങൾക്ക്, ചാതുർവർണ്ണ്യം ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രന്മാർ, ആ 4 വർണ്ണങ്ങൾക്കും ഏതെല്ലാം പ്രവൃത്തികൾ നിശ്ചയമായിട്ടും ചെയ്യേണ്ടിയിരുന്നുവോ അതിലേക്ക് എല്ലാവരെയും ഏർപ്പെടുത്തി. അതാണ് ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ. ഈ ലോകത്തിലുള്ളത്, ലോകേസ്മിൻ ചാതുർവർണ്ണ്യം, ഈ ലോകത്തിലുള്ളതായ ചാതുർവർണ്ണ്യത്തിൽപ്പെട്ട ജനങ്ങളെ മുഴുവനും തന്നെ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി, അവരവരുടെ ധർമ്മങ്ങളിൽ ഏർപ്പെടുത്തുകയും ചെയ്തു. അതായത് രാജാവാണെന്നുണ്ടെങ്കിൽ രാജ്യം ഭരിക്കാൻ അവരെ ഏൽപ്പിച്ചു, ബ്രാഹ്മണരാണെന്നുണ്ടെങ്കിൽ പഠിപ്പിക്കുക, അതുപോലെ തന്നെ സ്വയം പഠിക്കുക, യാഗം ചെയ്യുക, ദാനം ചെയ്യുക, ഇതൊക്കെ ബ്രാഹ്മണർ ചെയ്യേണ്ടതായിട്ടുള്ള പ്രവൃത്തികളാണ്. അപ്പോൾ അതിലൊക്കെ അവരെയും നിയോഗിച്ചു. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള ജോലികളിൽ നിശ്ചയമായിട്ടും പ്രവർത്തനോന്മുഖത ഉണ്ടാക്കി എന്നാണ് പറയണത്. അതാണ് ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. എന്നിട്ടോ ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച രാമോ രാജ്യമുപാസിത്വാ ബ്രഹ്മലോകം പ്രയാസ്യതി. ഇനി എത്ര കാലം രാജ്യം ഭരിച്ചു എന്ന് പറയാണ്? ദശവർഷസഹസ്രാണി. ദശവർഷസഹസ്രം എന്ന് പറഞ്ഞാൽ 10,000 വർഷങ്ങൾ രാജ്യം ഭരിച്ചു. അതുപോരാത്തതിന് ദശവർഷശതാനി, അതിനുശേഷം പിന്നെ 10,000 കൊല്ലത്തിന് ശേഷം ഒരു 1000 കൊല്ലം കൂടി ഭരിച്ചു. അതാണ് ദശവർഷശതാനി. വർഷശതം 1000, ദശവർഷശതം 1000. വർഷശതം എന്ന് പറഞ്ഞാൽ 100, 100 ഇൻറ്റു ദശ 10, 1000. അപ്പോൾ 11,000 വർഷം ശ്രീരാമൻ രാജ്യം ഭരിച്ചു അത്രേ. അങ്ങനെ രാമോ രാജ്യമുപാസിത്വ, അങ്ങനെ 11,000 വർഷത്തോളം ഈ അയോധ്യ രാജ്യം വാണതിനു ശേഷം ശ്രീരാമൻ എന്ത് ചെയ്തു? ബ്രഹ്മലോകം പ്രയാസ്യസി, ബ്രഹ്മലോകത്തേക്ക് പോകാൻ പുറപ്പെട്ടു. ബ്രഹ്മലോകത്തേക്ക് പോവുകയും ചെയ്തു, മോക്ഷം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഇവിടെ കവി പറയണത്. അങ്ങനെ ശ്രീരാമൻ്റെ കഥ, ബാക്കി കഥകളൊന്നും പറഞ്ഞിട്ടില്ല. സീതാപരിത്യാഗത്തിനെ പറ്റിയിട്ടൊന്നും വ്യക്തമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. രാവണനെ വധിച്ചു, സീതയോട് കൂടി വന്നിട്ട് രാജ്യം ഭരിച്ചു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതുകൊണ്ട് ചില ആൾക്കാർ പറയുന്നുണ്ട് സീതാപരിത്യാഗമൊക്കെ പിന്നീട് കൂട്ടിച്ചേർത്തതാണ്. ഈ ആദ്യത്തെ കഥയിൽ സീതാപരിത്യാഗം വന്നിട്ടില്ല, രാമൻ വളരെ ഭംഗിയായിട്ട് രാജ്യം ഭരിച്ചു എന്ന് പറഞ്ഞ് ഇവിടെ ആമുഖത്തിൽ നിർത്തുകയാണ് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഈ കഥയുടെ മാഹാത്മ്യം അതിനെപ്പറ്റി പറയാണ്. ഇദം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംമിതം യഃ പഠേദ് രാമചരിതം സർവപാപൈഃ പ്രമുച്യതേ. ഇതാണ് 98ാമത്തെ ശ്ലോകം. രാമായണം എന്ന് പറയണ ഈ ഒരു ഗ്രന്ഥം ഉണ്ടല്ലോ, അത് പാപങ്ങളെ ഇല്ലാതെയാക്കുന്നു, പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നു, പവിത്രമായിട്ട് വേദങ്ങളെ പോലെ ഇരിക്കുന്നതായ ഈ പുസ്തകം. അതാണ് ഇദം, ഈ കാണുന്നതായ രാമായണം അല്ലെങ്കിൽ രാമചരിതം. അത് പവിത്രമാണ്, പാപങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതാണ്. പാപം ഹന്തി ഇതി പാപഘ്ന, പാപഘ്നം പുണ്യം, അത് വളരെ പുണ്യമായിട്ടുള്ളതുമാണ്. ഏതിനോട് തുല്യമാണ്? വേദൈഹി സംമിതം ച, വേദങ്ങൾക്ക് തുല്യം പവിത്രമായിട്ടുള്ള ഒരു ഗ്രന്ഥവുമാണ് അത്. യഹ് പഠേത്, യഹ, അങ്ങനെയൊക്കെയുള്ളതായ വേദൈശ്ച സംമിതം രാമചരിതം, വേദങ്ങളോടൊക്കെ കിടപിടിക്കുന്നതായിട്ടുള്ള രാമചരിതം. യഹ് പഠേത്, ആരാണോ പഠിക്കുന്നത്, ആരാണോ വായിക്കുന്നത്, വായിച്ചു മനസ്സിലാക്കുന്നത്,
സഹ അയാൾക്ക് എന്ത് സംഭവിക്കും? സർവ പാപൈഹി പ്രമുച്യതേ, അയാൾ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനാവും. ശ്രീരാമൻ്റെ കഥ കേട്ടിട്ടുണ്ടെങ്കിൽ പാപങ്ങളൊക്കെ നശിച്ചു പോകും എന്നർത്ഥം. വേദങ്ങളൊക്കെ അങ്ങനെയാണ്, എല്ലാവർക്കും നന്മയെ വർദ്ധിപ്പിക്കും, എല്ലാവരിലുമുള്ള ചൈതന്യത്തെ, നന്മയെ, അറിവിനെയൊക്കെ വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ പാപങ്ങളെ ഇല്ലായ്മയും ചെയ്യും. രാമചരിതവും അങ്ങനെ തന്നെയാണ്. എന്നിട്ട് പറയാണ് 99-ാമത്തെ ശ്ലോകത്തിൽ, ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നര സപുത്രപൗത്ര സഗണ പ്രേത്യ സ്വർഗേ മഹീയതേ. ഇനി ഇത് ആരൊക്കെ പഠിക്കുന്നുണ്ടോ? ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നര, ഏതൊരു നരനാണോ, യാതൊരുവനാണോ ഏതത് രാമായണം ആഖ്യാനം ആയുഷ്യം പഠൻ, ഏതൊരാളാണോ ഈ രാമായണ കഥ, ശ്രീരാമൻ്റെ ചരിതവർണ്ണനം ആരാണോ പഠിക്കുന്നത്, ആരാണോ വ്യാഖ്യാനിക്കുന്നത്, ആ ആൾക്ക് എന്ത് സംഭവിക്കുന്നു? സപുത്ര പൗത്ര സഗണ, പുത്രന്മാരോടും പൗത്രന്മാരോടും ഒക്കെ കൂടിയിട്ട് സുഖമായിട്ട് ജീവിക്കാനിട വരുന്നു. അതോടൊപ്പം തന്നെ പ്രേത്യ സ്വർഗേ മഹീയതേ, മരിച്ചിട്ട് സ്വർഗത്തിലെത്തി ഈ പുത്രപൗത്രാദികളോട് കൂടിയിട്ട് സ്വർഗത്തിലും ജീവിക്കാൻ സാധിക്കുന്നു. ഭൂഗോളത്തിൽ, ലോകത്തിൽ അങ്ങനെ തന്നെ ജീവിക്കുന്നു. അതേപോലെ തന്നെ മരണാനന്തരവും സ്വന്തം പുത്രന്മാരോടും പൗത്രന്മാരോടും ഒക്കെ കൂടിയിട്ട് സ്വർഗത്തിലും ജീവിക്കാൻ അയാൾക്ക് സാധിക്കുന്നു. അതുകൊണ്ട് രാമചരിതം പാടിക്കൊള്ളൂ എന്നാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് 100-ാമത്തെ ശ്ലോകം കൂടി നോക്കാം. പഠൻ ദ്വിജോ വാഗൃഷഭത്വമീയാത് സ്യാത് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിജ്ജനഃ പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. കഴിഞ്ഞ ശ്ലോകത്തിൽ പറയണ്ടായി, ചാതുർവർണ്ണ്യങ്ങളെ അതത് കർമ്മങ്ങളിൽ ഏർപ്പെടുത്തി. ചാതുർവർണ്ണ്യങ്ങൾ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യശൂദ്രന്മാരായിരുന്നു പണ്ടത്തെ കാലത്ത്. അവരെയാണ് ചാതുർവർണ്ണ്യം എന്ന് പറയുന്നത്. അവർക്ക് ഓരോരുത്തർക്കും എന്തെല്ലാം നന്മകൾ ഉണ്ടാകുന്നു ഈ കാവ്യം വായിച്ചാൽ എന്നാണ് പറയണത്. ദ്വിജ പഠൻ, ഒരു ബ്രാഹ്മണനായിട്ടുള്ള ഒരാൾ, ദ്വിജ നര, ദ്വിജനായിട്ടുള്ള ഒരു ചാതുർവർണ്ണ്യത്തിൽപ്പെട്ട ഒരാൾ രാമായണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് സംഭവിക്കുന്നു? സഹ വാഗൃഷഭത്വം ഇയാത്, അയാൾ വാക്കുകളിൽ വെച്ച ഋഷഭമായിത്തീരുന്നു. ഋഷഭം, അതുപോലെ പുങ്കവൻ, അതുപോലെ ഇന്ദ്ര ശബ്ദങ്ങളൊക്കെ ശ്രേഷ്ഠവാചികളാണെന്ന് കഴിഞ്ഞ ദിവസം പറയണ്ടായി. അപ്പോൾ വാക്കുകളിൽ ഒരു ഋഷഭമായി തീരുന്നു എന്നുള്ളത് കൊണ്ട് വാക്യവിശാരദൻ, വാഗ്വിശാരദൻ, നല്ല ഭാഷാപരിജ്ഞാനമുള്ളവനായിത്തീരുന്നു. സംശയമൊന്നുമില്ല, രാമായണം പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എത്ര വാക്കുകളാണുള്ളത്, എത്ര വലിയൊരു കാവ്യമാണത്. 24,000 ശ്ലോകങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അത് വായിച്ചെടുത്താൽ തന്നെ എത്രയോ പുതിയതായിട്ടുള്ള വാക്കുകൾ നല്ല ഭംഗിയായിട്ട് പ്രയോഗിക്കാൻ പഠിക്കും. അങ്ങനെ രാമായണം വായിക്കുന്നൊരു ബ്രാഹ്മണൻ, അയാൾക്ക് വാക്കുകളുടെ തടവില്ലാതെ പ്രസാദിക്കാൻ തുടങ്ങും. അതാണ് ബ്രാഹ്മണന് കിട്ടിയ വരം. ഇനി സ്യാദ് ക്ഷത്രിയോ ഭൂമി പതിത്വമീയാത്, ക്ഷത്രിയൻ എന്ത് സംഭവിക്കും? അയാൾ എന്നേക്കുമായിട്ടുള്ളൊരു രാജാവായിത്തീരും. ഭൂമിപതിത്വം ഈയാത് ക്ഷത്രിയ, ഭൂമിപതിത്വം, ഭൂമിയുടെ മുഴുവനും പതിയായിത്തീരും. ഒരു പ്രത്യേക രാജ്യത്തിൻ്റെ മാത്രമൊന്നുമല്ല, ധരിത്രീപതിയായിത്തീരും ആ രാജാവ്, രാമായണം വായിക്കുന്ന ഒരു ക്ഷത്രിയൻ. ഇനി വണിജ്ജനം, വൈശ്യന്മാർക്ക് എന്താ സംഭവിക്കുക? വണിക് എന്ന് പറഞ്ഞാൽ കച്ചവടക്കാരാണ്. വൈശ്യന്മാരാണ് കച്ചവടം ചെയ്തിരുന്നത് പണ്ട്. അപ്പോൾ അവർക്ക് എന്താണ് സംഭവിക്കുന്നത്? പണ്യഫലത്വം ഇയാത്, അവർക്ക് പണ്യഫലം എന്ന് പറഞ്ഞാൽ കച്ചവടത്തിൽ, പണ്യം എന്ന് പറഞ്ഞാൽ വിറ്റഴിക്കുന്ന വസ്തുക്കളാണ്, അതിൻ്റെ ഫലം വേണ്ടതുപോലെ കിട്ടിത്തുടങ്ങും. എല്ലാ സാധന സാമഗ്രികളും വിറ്റഴിഞ്ഞു പോവും, കയ്യിലുള്ളതൊക്കെ കച്ചവടം ചെയ്യാൻ സാധിക്കും, നല്ല ധനസമൃദ്ധി അയാൾക്കും ഉണ്ടാകും. മാത്രമല്ല ശൂദ്ര ജനഹ അഭി മഹത്വം ഈയാത്, ശൂദ്രന്മാരും മഹത്വത്തെ പ്രാപിക്കും. ഈ പറഞ്ഞ മറ്റു 3 ജാതികളെയും സേവിക്കുന്നവരാണ് ശൂദ്രന്മാർ. എന്നാലും അങ്ങനെയുള്ള ശൂദ്രന്മാരും രാമായണം പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്കും മഹത്വം വന്ന് സംഭവിക്കും. അങ്ങനെ ചാതുർവർണ്ണ്യങ്ങൾക്കും നല്ല ഗുണമേന്മയുണ്ടാകുന്നതായിട്ടുള്ള കുറേ ഫലങ്ങൾ രാമായണത്തിൽ നിന്നും ഉണ്ടായി എന്നാണ് കവി പറയണത്. അങ്ങനെ 1-ാമത്തെ സർഗം തീരാണ്. നമുക്ക് ഈ ശ്ലോകങ്ങൾ ഒന്നുകൂടി ചൊല്ലി നോക്കാം. നിത്യം പ്രമുദിതാ സർവേ യഥാ കൃതയുഗേ തഥാ അശ്വമേധശതൈരിഷ്ട്വാ തഥാ ബഹുസുവർണകൈഃ ഗവാം കോട്യയുതം ദത്വാ വിദ്വദ്ഭ്യോ വിധിപൂർവകം അസംഖ്യേയം ധനം ദത്വാ ബ്രാഹ്മണേഭ്യോ മഹായശാ രാജവംശാൻ ഛദഗുണാൻ
സ്ഥാപയിഷ്യതി രാഘവ ചാതുർവർണ്ണ്യം ച ലോകേസ്മിൻ സ്വേ സ്വേ ധർമ്മേ നിയോക്ഷ്യതി. ദശവർഷസഹസ്രാണി ദശവർഷശതാനി ച രാമോ രാജ്യമുപാസിത്വാ ബ്രഹ്മലോകം പ്രയാസ്യതി. ഇദം പവിത്രം പാപഘ്നം പുണ്യം വേദൈശ്ച സംഹിതം യഃ പഠേത് രാമചരിതം സർവപാപൈഃ പ്രമുച്യത്തെ. ഏതദാഖ്യാനമായുഷ്യം പഠൻ രാമായണം നര സുപുത്രപൗത്രസ്സ ഗണഃ പ്രേത്യ സ്വർഗേ മഹീയത്തെ. പഠൻ ദ്വിജോ വാ വൃഷഭത്വമീയാത് സ്യാത് ക്ഷത്രിയോ ഭൂമിപതിത്വമീയാത് വണിഗ്ജനഃ പണ്യഫലത്വമീയാത് ജനശ്ച ശൂദ്രോപി മഹത്വമീയാത്. അങ്ങനെ രാമായണം എല്ലാവരും പാരായണം ചെയ്യട്ടെ, എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒന്നാമത്തെ സർഗം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സുന്ദരമായിട്ടുള്ള 7 ശ്ലോകങ്ങളും ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ കാൽക്കൽ അർപ്പിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനം നേർന്നു നിർത്തട്ടെ. നന്ദി.